നെക്സ്റ്റ് അനസ് സംസാരിച്ചോളൂ. ഓക്കെ, ഒരു സംശയം ചോദിക്കാനാണ്. കേൾക്കാലോ? കേൾക്കാമോ? ഓക്കെ. സൂറത്തുൽ നിസായില് 24-ാമത്തെ ആയത്തിറങ്ങിയ സന്ദർഭത്തില് ഒരു യുദ്ധത്തിന് ശേഷം അവിടെയുള്ള യുദ്ധബന്ദികളെ പിടിക്കുമ്പോഴത്തേക്കും അവരിലേക്ക് അവരുടെ സ്ഥാപനത്തിന് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും അവർ ഹദീസിന്റെ സന്ദർഭം ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് പ്രവാചകൻ അത് ഹലാലാണ് എന്ന് കൊടുക്കുന്നൊരു ഭാഗത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതൊരു മോറലി റോങ് ആണ് എന്നുള്ളൊരു വീക്ഷണമുണ്ട്. എങ്ങനെ നോക്കിയാൽ ഒരു ഡിവൈൻ കമാൻഡ് തിയറിയിലെ ഒരു പ്രോബ്ലം ആണല്ലോ അവിടെ എടുത്ത് കാണിക്കുന്നത്. എന്ത് പറഞ്ഞാലും ശരിയാവും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പൊതുവെ പറയുമ്പോഴത്തേക്കും പറയുന്നത് നിങ്ങൾ ദൈവം എന്ത് പറഞ്ഞിട്ടില്ല, മോശം കാര്യം പറയില്ല എന്നുള്ളതാണല്ലോ ബേസിക് ആർഗ്യുമെന്റ്. അപ്പോ ഇത് അതിനെതിരെ വരുന്നൊരു കാര്യമല്ലേ? ഓക്കെ, മോറലി റോങ് ആണെന്നുള്ള കാര്യം അതിന്റെ ബാക്കി വിഷയങ്ങളിലേക്ക് വരാം. മോറലി റോങ് എന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? വെറുതെ ഒരു ജസ്റ്റ് ഒരു നോമേറ്റീവ് എന്നുള്ള രൂപത്തിൽ പൊതുവെ ബേസിക്കലി മൊറാലിറ്റി പലരും പല രീതിയിലാണ് എടുക്കുക. ഇപ്പം ഇത് റിലീജിയൻ വളർത്തിയെടുക്കുന്നവരുണ്ട്. താങ്കളുടെ ഹ്യൂമാനിറ്റി ബേസില് അല്ല, മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നത് മറ്റൊരാൾക്ക് അന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യത്തിൽ നമുക്ക് ഒരു കൊച്ചുകുട്ടിയെ തല്ലുന്നത് മോശം നമുക്കൊരു പ്രത്യേകിച്ചൊരു മൊറാലിറ്റി പറയാം. ഹാം പ്രിൻസിപ്പിള് തന്നെയാണ്. അല്ല, ഈ വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏത് രീതിയിൽ എടുത്താലും അത് തെറ്റാണെന്നല്ലേ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ വിഷയത്തിൽ എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പൊതുവെ പറഞ്ഞു മോറലി റോങ് ആണെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരാം. ജസ്റ്റ് ആ ഒരു സ്റ്റാൻഡ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു കാര്യം മോറലി റോങ് ആവുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും താങ്കളുടെ കാര്യം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് മോറലി റോങ് ആവുക എന്ന് പറഞ്ഞാൽ മതി. ബേസിക്കലി ഇതിനെ കുറിച്ച് നോക്കിയിട്ട് എനിക്ക് കൃത്യമായിട്ടല്ല, പക്ഷെ മൊത്തത്തിൽ ഞാൻ ഇരിക്കുന്ന സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി ഹാം പ്രിൻസിപ്പിൾ ആണ് എടുക്കാറുള്ളത്. അതിന്റെ പ്രശ്നം എനിക്കറിയാം. എന്നിരുന്നാലും മൊത്തത്തില് ഹാം പ്രിൻസിപ്പിളിന്റെ എല്ലാ ഹാമും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴത്തേക്കും ബേസിക്കലി നമുക്കൊരു കോമൺ സെൻസിൽ നമ്മൾ ജീവിക്കുന്ന ഒരു 60 കൊല്ലത്തിനിടയിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ അല്ല, മോറലി റോങ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. അതിന്റെ ഒരു ബേസ് ഒന്നുമില്ല അല്ലെ? ഹാം എന്ന് വെച്ചോളൂ. ഹാം ചെയ്യുന്നത് അപ്പൊ ഹാം ചെയ്യാത്തത് ഓക്കെയാണ്. അല്ല, നമുക്ക് ഈ ഒരു വിഷയത്തിൽ അല്ലല്ല, അതെന്താ വെച്ചാൽ ഞാൻ ചോദിച്ചെന്നുള്ളൂ. അത് പൊതുവെ ഈ മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശിക്കുന്നവർ അല്ലെങ്കിൽ മതത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നവർക്കുള്ള സ്വാഭാവികമായ ഒരു കൺക്ലൂഷൻ ആണ്. അവർക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ്. ഷാൻ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? അനസ് ഹാമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. അതായത് അനസ് പണിഷ്മെന്റ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് നമ്മളിപ്പോ നമ്മുടെ നാട്ടില് ഒരുപാട് ലീഗൽ പണിഷ്മെന്റ്സ് ഉണ്ടല്ലോ. ഒരു സൊസൈറ്റിയിലെ ബെറ്റർ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പണിഷ്മെന്റ് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളൊരു ഹാം ചെയ്യല്ലേ ചെയ്യുന്നത് ബേസിക്കലി. അതാ ഞാൻ പറഞ്ഞ ഹാം പ്രിൻസിപ്പിള് നമുക്ക് എന്ത് ആക്ട് എടുത്താലും അതിന് ഈവൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വേണമെങ്കിൽ ഹാമായിട്ട് നമുക്ക് കണക്കൂട്ടാം. നിങ്ങൾക്ക് അത് മോശമാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ മൊത്തത്തിൽ പറഞ്ഞ ഓക്കെ, ഞാൻ അതാ പറഞ്ഞത്. നമുക്ക് ഇതിനകത്ത് എടുക്കാൻ കഴിയുന്നത് മൊത്തത്തിൽ നമ്മളെല്ലാം കൂടെ പഠിക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പൊ ഹാം പ്രിൻസിപ്പിൾ പഠിക്കുക, അതല്ലെങ്കിൽ യൂട്ടിലിറ്ററിസം, അതല്ല നിങ്ങൾ പറഞ്ഞ റിലീജിയൻ, മൊറാലിറ്റി. അപ്പൊ ഏതെടുത്താലും എല്ലാത്തിലും പ്രശ്നം കാണുന്നുണ്ട്. അതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ബേസിക് പ്രോബ്ലം. അല്ലെ, എല്ലാത്തിലും പ്രശ്നം കാണുന്നുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാരണം ശരിയായ ഒന്ന് വേണമല്ലോ. കാരണം അതിന്റെ അടിസ്ഥാനത്തിലല്ലേ വേറൊരു കാര്യം മോറലാ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ശരിയായിട്ട് വേണം. അത് വെച്ചിട്ടാണ് അത് യോജിക്കാത്തത് കൊണ്ടായിരിക്കണം ഇത് നിങ്ങൾക്ക് ശരിയല്ലാണ്ടാവേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഹാം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒരാൾക്ക് എടുക്കാലോ. ഇതിൽ ലൂപ്പിലോട്ട് കയറിപ്പം സർക്കുലർ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഞാൻ കൃത്യമായിട്ട് കൺക്ലൂഷൻ എത്തിയിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ ധരിച്ചു വരുന്നു, കുറച്ചു നാളുകൊണ്ട് ഇത് പഠിക്കുന്നു, ഇവിടെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുന്നു എന്നുള്ള രീതിയിലാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്തുന്നതാണ് ചോദിച്ചത്.
ഇപ്പോ ഹാമാണ് ബെറ്റർ ഓപ്ഷനും ഹ്യൂമാനിറ്റി, മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കാതിരിക്കുക മാക്സിമം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം. ദോഷം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ അങ്ങനെ സിംപ്ലിസിറ്റർ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലീഗൽ പണിഷ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ മറ്റുള്ള ഹാം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് സൊസൈറ്റി ബെറ്റർ ആവുന്നുണ്ടല്ലോ. സൊസൈറ്റി ബെറ്റർ ആവുന്നുണ്ടല്ലോ. അല്ല, എന്റെ ചോദ്യം മനസ്സിലായില്ല. ഒരു മിനിറ്റ്. അപ്പൊ ഹാം അല്ല, ഹാം ചെയ്യാം. സൊസൈറ്റി ബെറ്റർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാം ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരാളെ ഹാം ചെയ്യാം. ഓക്കെ, ഫൈൻ. നിങ്ങൾ പ്രിസണേഴ്സ് ഓഫ് വാറിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? എടുക്കാന്നുള്ളത് അംഗീകരിക്കുന്നുണ്ടോ? പ്രിസണേഴ്സ് ഓഫ് വാറിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ മനസ്സിലായില്ല. പ്രിസണേഴ്സ് ഓഫ് വാറിനെ യുദ്ധം കഴിഞ്ഞാല് ബന്ദികളെ പിടിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ലേ. ശരിയാണോ തെറ്റാണോ, അല്ല ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. അതെ, ആ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഓക്കെ ആയിരിക്കും. ഓക്കെ ആണ്, എക്സെപ്ഷനിലാണ്. എക്സെപ്ഷൻ അത് എന്തുകൊണ്ടാണ്? സമൂഹത്തിന് ബെറ്റർ ആയതുകൊണ്ടാ? അല്ല, യുദ്ധം ഉണ്ടാവുന്നത് അന്ന് ഇത് അല്ല ഞാൻ പറയുന്നത് സമൂഹത്തിന് ബെറ്റർ ആയതുകൊണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സാധനത്തിലെ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ യുദ്ധമാണ് നടക്കുന്നത്. ആ സാഹചര്യത്തിൽ എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഫൈൻ. എക്സെപ്ഷൻ കേസസ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എക്സെപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് വേറെ റൂള് കൊണ്ടുവേണ്ടി വരും. അല്ല, നമുക്ക് ഇതേ ലോജിക്ക് നിങ്ങൾക്കും പറയുമല്ലോ. ഇപ്പൊ ഗോഡിന്റെ തിയറിയാണ് ശരി എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയാണെന്ന് പറയാൻ മറ്റൊരു കാരണം നമുക്കും വേണ്ടി വരുമല്ലോ. ഇതിപ്പോ എല്ലാവരും നേരിടുന്ന പ്രശ്നമല്ലേ. അതല്ല പറഞ്ഞത്. അതായത് താങ്കൾ പൊതുവെ ഒരു ഹാം എന്ന് പറയുന്നതിന് അതാണ് മാനദണ്ഡം എന്ന് പറഞ്ഞു. വേറെ ചില സ്ഥലങ്ങളില് പിന്നെ സൊസൈറ്റിയെ നോക്കണം എന്ന് പറഞ്ഞു. വേറെ ചില സ്ഥലങ്ങളിൽ നമുക്ക് എക്സെപ്ഷൻസ് വേണ്ടി വരും എന്ന് പറയുന്നു. ഇങ്ങനെ പല പല സ്റ്റാൻഡുകൾ. അതായത് ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല പല റൂളുകളാണ്. ഇതിൽ ഏത് സ്ഥലത്ത് ഏത് റൂൾ എടുക്കണം എന്നതിനൊരു റൂള് വേണ്ടി വരും. അനസിന്റെ പ്രശ്നം എന്താ അറിയോ? അനസ് ഇങ്ങനെ ഒരു കൃത്യമായ റൂള് പറഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അനസുമായിട്ടുള്ള ഡിസ്കഷൻ, സംവാദം പോസിബിൾ ആവില്ല. കാരണം അനസ് പറയുന്ന ഒരു കാര്യം തെറ്റാണ് എന്ന് ഞാൻ കാണിച്ചു തരണമെങ്കിൽ അനസ് റൂള് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം അനസ് പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ റൂള് പ്രകാരം ഇത് ശരിയാണ്, അനസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഈ റൂള് പ്രകാരം ഇത് തെറ്റാണ് എന്ന് എനിക്ക് കാണിച്ചു തരാം. അനസ് ഒരു റൂള് പറയാതെ ഇത് തെറ്റാണ് എന്ന് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞാൽ എനിക്കത് പിന്നെ ശരിയാണ് എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണമില്ലല്ലോ. ഉദാഹരണത്തിന് ഒരാൾ പറയാണ് കുട്ടികളെ വെറുതെ കൊല്ലുന്നത് ശരിയാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ പിന്നെ ആളെടുത്ത് നമുക്ക് വേറെ പോയിന്റ്സ് ഒന്നും വെച്ച് ആർഗ്യ ചെയ്യാൻ കഴിയില്ല. ഞാനും അതാ പറഞ്ഞു. അപ്പൊ എന്താണ് മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മാത്രമേ ഓക്കെ ഇതാണ് നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് ഇസ്ലാം പറയുന്ന ഇന്ന നിയമം ശരിയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി തരണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ അപ്പം ആ ഒരു സ്റ്റൈലാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വെരി ഹാർഡ് ടു റീസൺ വിത്ത് യു. ഓക്കെ, ഞാൻ പറയുന്നതാണ് നമ്മള് മൊറാലിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് റിലീജിയസ് മൊറാലിറ്റിയും ഹാം പ്രിൻസിപ്പിളും യൂട്ടിലിറ്ററിയസും ഒക്കെ. അതിനെല്ലാത്തിനും തന്നെ എന്തുണ്ട്, പരിമിതികളുണ്ട്. ഞാൻ അതാ പറഞ്ഞു വരുന്ന ശാനം, അതിനെല്ലാത്തിനും പരിമിതികളുണ്ട്. ഇപ്പം ഈ പറയുന്നതിൽ ഒന്നിനും ഏറ്റവും ബെറ്റർ ഡിവൈൻ കമാൻഡ് തിയറി ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഡിവൈൻ കമാൻഡ് തിയറി എടുത്താലും അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. ആ ഡിവൈൻ കമാൻഡ് തിയറി വെച്ചിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കേണ്ടി വരില്ല എന്നുള്ള പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട്. ആ പ്രശ്നം ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ്, നിങ്ങൾ ഈ പറയുന്ന കോൺട്രഡിക്ടറി ആണ്. നിങ്ങൾ പറയുന്നു ഏതെടുത്ത് കയറാൻ അതിന് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത്? പോട്ടെ, ഡിവൈൻ കമാൻഡ് തിയറി പോട്ടെ, ഹാം പ്രിൻസിപ്പിളിന് പ്രശ്നമുണ്ട് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? കാരണം ഹാം പ്രിൻസിപ്പിളിന് പ്രശ്നമുണ്ട്, ഹാം പ്രിൻസിപ്പിളിന് പരിമിതി ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ എവിടെയെങ്കിലും ഒരു രീതിയിൽ ഹാം പ്രിൻസിപ്പിൾ മോറൽ ആണെന്ന് പറയുന്ന ഒരു കാര്യം ഇമ്മോറൽ ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അത് ഇമ്മോറൽ ആണ് നിങ്ങൾ ബോധ്യപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന് നിങ്ങൾക്ക് ഹാം പ്രിൻസിപ്പിൾ അല്ലാത്ത വേറെ പ്രിൻസിപ്പിൾ വേണ്ടിയില്ലേ, ഒരു ഹയർ പ്രിൻസിപ്പിൾ വേണ്ടിയില്ലേ? അതില്ല എങ്കിൽ പിന്നെ ഹാം പ്രിൻസിപ്പിളിന് പരിമിതി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ പറയാം? മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലായി. ഞാനും അതാണ് തിരിച്ച് പറഞ്ഞത്. ഇപ്പം ഇതിനകത്തൊരു പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ ഹാം എവിടെ വരയ്ക്കൂ എന്നുള്ളതാണ് പരിമിതി വരുന്നത്.
ഏതൊരു കാര്യത്തിന് ഹാമുണ്ട് എന്ന് അല്ല, ഈ ഹാം എന്ന് പറയുന്നത് പല ഹാമുകളില്ലേ, ഇപ്പൊ ഹാമുകളുടെ തോതുകളില്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹാം എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിക്കുന്നിടത്ത് തന്നെ അത് വേണമെങ്കിൽ ഹാം ആവാം. അത് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പോലെ ബ്രേക്ക് ചെയ്യാം ഹാം പ്രിൻസിപ്പിൾ വെച്ചിട്ട്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന അതാണ്, അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്ന എല്ലാ മൊറാലിറ്റികളും പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റീവ് മൊറാലിറ്റിയിൽ താങ്കൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്? ലീഗൽ തിയറി പോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഈവൻ ഹാം പ്രിൻസിപ്പിളിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചെന്ന് മനസ്സിലാവല്ലോ, എന്റെ പരിമിതി നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഇതീ കിടന്ന് തന്നെ കറങ്ങിയിട്ട് കാര്യമില്ല. എന്നാൽ ഞാൻ ചോദിച്ചതിനൊരു മറുപടി കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഡിബേറ്റ് അല്ല, മനസ്സിലായി ഞാൻ ഡിബേറ്റിനും അല്ല വരുന്നത്. ഞാൻ ഡിബേറ്റിനല്ല വരുന്നത്. ഇതെന്താ മറുപടി പറയണമെങ്കിൽ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് പറയണം. അനസ്, ഇതില് ഞങ്ങളിത് പറയുന്നത് എന്താ വെച്ചാല്, അനസിന് എങ്ങനെങ്കിലും ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ ഒരു ഇതാണ്, എന്റെ മൗസ് എടുക്കാണ്. ഞാൻ പറയാണ് ഇത് 10 സെന്റിമീറ്റർ ആണ്, അനസ് പറയാണ് ഒരു 20 സെന്റിമീറ്റർ ആണ് ഇതുള്ളത് എന്ന് പറയാം, ഇതിന്റെ ലെങ്ത്. അതിന് ആദ്യം എനിക്ക് അനസിനെ ബോധ്യപ്പെടുത്തി തരണം ഇത് 10 സെന്റിമീറ്റർ ആണ് എന്ന്. അതെങ്ങനെ പറ്റുക? ഒരു സ്കെയിൽ ഉണ്ടെങ്കിലേ ബോധ്യപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞാൻ കുറെ 10 സെന്റിമീറ്റർ ആണെന്ന് പറയും, അനസ് കുറെ 20 സെന്റിമീറ്റർ എന്ന് പറയും. ഒരിക്കലും നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. എപ്പോഴാ പറ്റുക? അറ്റ്ലീസ്റ്റ് അനസിന്റേതായ ഒരു സ്കെയിലെങ്കിലും വെക്കണം. എന്നിട്ട് നോക്കാം, ആ സ്കെയിൽ വെച്ചിട്ട് 10 സെന്റിമീറ്ററോ 20 സെന്റിമീറ്ററോ എന്നെങ്കിലും നമുക്ക് നോക്കാൻ പറ്റും. ഇത് അനസിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അനസിന്റെ കയ്യിൽ ഒരു കൃത്യമായി ഇന്നതാണ് ശരി, അല്ലെങ്കിൽ ശരി എന്നുള്ളതിന്റെ മാനദണ്ഡമായി ഒന്നുമില്ല. എന്നിട്ട് അനസ് ഞങ്ങളോട് ചോദിക്കുകയാണ് ഖുർആനിലെ ഇന്ന ആയത്തിലെ ഇന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന്. ഞങ്ങൾ എന്തു പറഞ്ഞാലും അനസ് കുറച്ച് കഴിയുമ്പോൾ അതല്ല, അതിനപ്പുറത്തേക്ക്, അതല്ല, വേറെ മാനദണ്ഡം എന്ന് പറഞ്ഞ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട്, എന്നുവെച്ചാൽ ഒരു സ്കെയില് വെക്കാത്തത് കൊണ്ട് ഈ ചർച്ച നിൽക്കൂല. അതുകൊണ്ടാണ് അനസ് കാര്യമായിട്ട് താങ്കൾ അന്വേഷിച്ചോളൂ, ഒരു അന്വേഷകൻ എന്ന നിലക്ക് കൂടുതൽ അന്വേഷിച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. പക്ഷെ എപ്പോഴാണോ നമുക്ക് കൺവിക്ഷനോടുകൂടി ഒരു കാര്യം തെറ്റ് ശരി എന്ന് പറയാനുള്ള ഒരു കൃത്യമായ ഒരു സ്കെയിൽ എപ്പോഴാണോ വെക്കാൻ പറ്റുന്നത്, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് പോസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ മതപരമായ യുക്തികൾ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ അതിന്റെ എന്തുകൊണ്ട് ഇസ്ലാമിക് പാരഡൈമിൽ നിന്നുകൊണ്ട് എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് ഞങ്ങൾ പറയും. പക്ഷെ അനസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അനസിന്റെ കയ്യിൽ ഒരു സ്കെയിൽ ഇല്ല. ആ സ്കെയിൽ ഇല്ല എന്നുള്ളത് വലിയ പരിമിതിയാണ് എന്ന് അനസ് എപ്പം റിയലൈസ് ചെയ്യുന്നു, അപ്പൊ മാത്രം അനസിന്റെ ഒരു അന്വേഷണം ഫലപ്രദമാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഏതോ ഒരാൾ വാട്സപ്പ് ഇന്ന അയച്ചു, അതില് പ്രശ്നം, വേറെ ഏതോ ലൈവിൽ ഒരു ഹദീസ് പറഞ്ഞു, അതിൽ പ്രശ്നം, ഇന്ന പ്രശ്നം, സുന്ന.com അടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ പോവുള്ളൂ. നമുക്ക് ആദ്യം ഒരു കൃത്യമായ ഒരു ആശയം വേണം, ഒരു സ്കെയില് വേണം. ആ സ്കെയില് കിട്ടിയതിന് ശേഷമേ നമ്മൾ അളക്കാൻ കിടക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ നമ്മളിങ്ങനെ മറ്റേ അളവ് തെറ്റാണ്, ഈ അളവ് തെറ്റാണ് ഇങ്ങനെ പറഞ്ഞു നടക്കല്ലാതെ നമുക്ക് താങ്കൾക്ക് അളവ് ബോധ്യപ്പെടുത്തി തരാൻ കഴിയില്ല. ഇത് വെറുതെ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഡിബേറ്റിന് വേണ്ടി പറയുന്നില്ല, ഇത് നിർബന്ധമാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ബേസ് കൃത്യമാണ്, ഞങ്ങളുടെ സ്കെയിൽ വളരെ കൃത്യമായി പ്രസന്റ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് തിരിച്ചറിയാൻ പറ്റും ഞങ്ങളുടെ കാര്യങ്ങളെ ചോദിക്കുന്നത്. പക്ഷെ തിരിച്ചങ്ങോട്ട് ബോധ്യപ്പെടുത്തി തരണമെന്നുണ്ടെങ്കിൽ താങ്കൾ ആദ്യം ഒരു കൃത്യമായ ഒരു സ്കെയില് ക്ലിയർ ആക്കണം. അത് ഒരു നെസസിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചർച്ചയിൽ. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു തർക്കിച്ചു തോൽപ്പിക്കുക എന്നുള്ള രൂപത്തിലല്ല. അത് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അത് മനസ്സിലായി. ഓക്കെ, നിങ്ങൾ ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഞാൻ വിടും. വേറെ ഇതിനകത്ത് മറുചോദ്യങ്ങളൊന്നുമില്ല. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ, ഞാനത് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്ര കൺവിൻസ് പോയില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നതെന്ന് മാത്രം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പ്രശ്നം എനിക്കുണ്ടായ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായോ? ആ ഒരു ആയത്ത് എന്താണ് സംഭവം എന്ന് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ലല്ലോ. അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിഷയങ്ങളിലേക്ക് പോവാം. അല്ല, ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ താങ്കളുടെ അന്വേഷണം അതിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് ഉള്ളത്. ജസ്റ്റ് അതൊന്ന് പറയാം. ഇത് സൂറത്തുൻ നിസാ 24-ാമത്തെ ആയത്തിലുള്ളത് നിസാ എന്ന് പറയുന്ന ആയത്ത്, ഇല്ലാമ മലക്കത്ത് ഐമാനുക്കും എന്ന് പറയുന്ന ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ക്യാപ്റ്റീവ് വുമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പം ബേസിക്കലി നമ്മൾ ഈ ഒരു ആയത്ത് എന്ന് പറയുന്ന ഒറ്റ ആയത്തല്ലല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതേ വിഷയത്തിൽ, അതായത് ബന്ദികളാക്കി പിടിക്കുക, അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക, അതേപോലെ തന്നെ അവരിലെ സ്ത്രീകൾ ഉണ്ടാവും, പുരുഷന്മാരുണ്ടാവും, കുട്ടികളുണ്ടാവും, ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിലും വളരെ വിശാലമായ ഒരുപാട് നിയമങ്ങൾ ഉണ്ട്. അതെല്ലാം കൃത്യമായ ദൈവിക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാനവികമായ നിയമങ്ങളാണ്. അപ്പോൾ ഇതിൽ
എല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ സ്റ്റെപ്പും നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം, യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ആ യുദ്ധങ്ങൾ നിലനിന്ന കാലത്ത് അന്ന് പ്രിസൻസ് ഇല്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പോലെ ഒരു പ്രിസൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ബന്ദികളാക്കി പിടിക്കുന്നവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന, അന്നത്തെ കാലത്ത് കുറച്ചുകൂടി ഒരു മൃഗീയമായ രൂപത്തിൽ ഒരു അടിമത്തം എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ ഒരു സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്താണ്. നിലനിന്ന കാലത്ത് എന്ന് പറഞ്ഞാല് പണ്ടെപ്പോഴോ അല്ല, ഈ അടുത്ത നൂറ്റാണ്ട് വരേക്കും അത്തരം ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവിടെ ഇസ്ലാം വന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ബന്ദികളാക്കി പിടിക്കേണ്ടുന്നത് ആവശ്യമായിട്ട് വരാം. കാരണം യുദ്ധം ഹറാമാണെന്ന് പറയാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഇങ്ങനെ ഒരു സമ്പ്രദായം, ബന്ദികളാക്കി പിടിക്കുക എന്ന് പറയുന്നത് ഹറാം എന്ന്, അതൊരു സാമൂഹ്യ വ്യവസ്ഥയാണ്. വ്യവസ്ഥകളെ നമുക്ക് ഹറാമാക്കാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങൾ ഹറാം ഹലാൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിയമങ്ങൾ ഇറക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കള്ളുകൂടി ഹറാം, അത് ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അതുമായി ബന്ധപ്പെടാതിരിക്കാൻ പറ്റും. പലിശ ഹറാം, ഞാൻ വിചാരിച്ചാൽ അതുമായി ബന്ധപ്പെടാതിരിക്കാൻ പറ്റും. എന്നാൽ യുദ്ധം ഹറാം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബിക്കോസ് യുദ്ധം ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതിന് ഒരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട്, പക്ഷെ അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണെന്നുള്ളത് കൊണ്ട് യുദ്ധം ഹറാം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹറാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഹറാമാണെന്ന് പറയാനൊരു സൊസൈറ്റി അവിടെ ഇല്ലാതാവും. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്, അതൊക്കെ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ഇസ്ലാം ആ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ദികൾ എന്തായാലും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം എന്നല്ല ഇസ്ലാം പറഞ്ഞത്. മറിച്ച് സൂറത്ത് മുഹമ്മദ് 4-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അവരെ വെറുതെ വിടാം. വെറുതെ വിടൽ എപ്പോഴും പോസിബിൾ ആവില്ല. കാരണം ഹോസ്റ്റലിറ്റി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ വിടൽ പോസിബിൾ ആവില്ല. മോചന ദ്രവ്യം വാങ്ങി വിടാം. അതേപോലെ തന്നെ പ്രിസൺ എക്സ്ചേഞ്ച് നടത്താം. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും പോസിബിൾ ആവാത്ത കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അത്തരം സമയങ്ങളിൽ അവരെ ബന്ദികളാക്കി വെക്കാം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ബന്ദികളാക്കി വെക്കുമ്പോൾ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പണിയെടുപ്പിക്കാൻ പറ്റും. അതന്നെയാണ് നമ്മൾ ഈ ഇന്നത്തെ കാലത്ത് പ്രിസണേഴ്സ് ഓഫ് വാറിനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുന്നുണ്ട്. എല്ലാ നിലക്കും പ്രിസണേഴ്സ് ഓഫ് വാറും ഇസ്ലാമിലെ ബന്ദികളും ഒരുപോലെയാണെന്നല്ല പറയുന്നത്. പല വ്യത്യാസങ്ങളൊക്കെ വിശദാംശങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അങ്ങനെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഒന്ന് മ്യൂട്ട് ചെയ്യണം, എന്തൊരു സൗണ്ട് ഉണ്ട്. അപ്പൊ ഏതായാലും അങ്ങനെ പ്രിസണേഴ്സ് ഓഫ് വാറിനെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ നിലക്കും തുല്യത എന്നല്ല, ആ ഒരു കാര്യം ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പൊ അതിൽ പിന്നെ വരുന്നത് ഇതിൽ പുരുഷന്മാർ, സ്ത്രീകൾ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്ത് അവരിലെ ബന്ദികളെ പിടിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. അവരിലെ ബന്ദികളെ ഇവിടെ പിടിക്കുക. അങ്ങനെ ആ പിടിക്കുമ്പോൾ അതോടുകൂടി ബന്ദികളാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവരെ വെറുതെ വിടുക, പ്രിസൺ എക്സ്ചേഞ്ച് നടത്തുക, അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിടുക. ഇതൊന്നും പോസിബിൾ ആകാത്ത സമയത്താണ് എന്ത് ചെയ്യുക, അവരെ ബന്ദികളാക്കി പിടിക്കുക. അതോടുകൂടി അവരുടെ നാട്ടിൽ നിന്നും അവർ ഡിറ്റാച്ച് ആവുകയാണ്. അതോടുകൂടി ഇപ്പം ആരെങ്കിലും മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ആ മാരേജ് എന്ത് ചെയ്യുകയാണ്, ഇസ്ലാമിക നിയമപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയി. കാരണം അവർക്ക് ഇനി അങ്ങോട്ടില്ല, അവര് അതിൽ നിന്നും ഡിറ്റാച്ച് ആയിരിക്കുകയാണ്. അപ്പം മാരേജ് ഇൻവാലിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് യുദ്ധത്തിൽ അക്കമ്പനി ചെയ്ത സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ബന്ദികളായിട്ട് സ്ത്രീകൾ വരും, അല്ലെങ്കിൽ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അവരും. അപ്പൊ ആ നിലക്ക് അവരുടെ മാരേജ് എന്ത് ചെയ്യും, ഇൻവാലിഡ് ആകും എന്നുള്ളതാണ് അതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, ഇവിടെ ആരെങ്കിലായിട്ട് വിവാഹം എന്നുള്ളത് പോസിബിൾ ആണ്. അതല്ലാത്തത് ഇസ്ലാമിൽ 2 തരത്തിൽ മാത്രമാണ് ഒരു ഇണയായി സ്വീകരിക്കുക എന്ന് പറയുന്നത്, കൂടെ ജീവിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ 2 തരത്തിൽ മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ, ഇപ്പൊ ഈ ഫ്രീ തിങ്കേഴ്സ് അല്ലെങ്കിൽ യുക്തിവാദികൾ എന്നൊക്കെ പറയുന്നത് വെച്ചാൽ, 2 ആളുകൾ പരസ്പര സമ്മതമുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ളതാണ് പൊതുവെ ഈ പറഞ്ഞ ഹാം പ്രിൻസിപ്പിൾ ഒക്കെ വെച്ച് പറയുന്ന ആളുകൾ. അതുകൊണ്ടാണ് താങ്കളോട് ആ മാനദണ്ഡമൊക്കെ ആദ്യം ചോദിച്ചു വെച്ചത്. അതിൽ താങ്കൾക്കൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഹാം പ്രിൻസിപ്പിൾ ഒക്കെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരുമായിട്ടും ലൈംഗിക ബന്ധത്തിലോ അല്ലെങ്കിൽ ഇണയായി സ്വീകരിക്കലോ ഒക്കെ ആരുമായിട്ടും നടക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു മാനദണ്ഡം. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം പറയുന്നത് വെച്ചാൽ, ഒരു കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ബന്ധങ്ങൾ മാത്രമേ, ഇണയായി സ്വീകരിക്കൽ മാത്രമേ ഇസ്ലാമിൽ അനുവദനീയമായിട്ടുള്ളൂ. അതിലൊന്ന് നമ്മളൊക്കെ പൊതുവെ എല്ലാ സമൂഹങ്ങളിലും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രൂപം എന്ന് പറഞ്ഞാൽ നിക്കാഹ് എന്നുള്ളതാണ്. നിക്കാഹ് ചെയ്ത് ഇണയായി സ്വീകരിച്ച് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുക എന്ന് പറയുന്നതാണ്. അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഭാര്യയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഭർത്താവിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ബാക്കി ഇണയായി ജീവിക്കലും ലൈംഗിക ബന്ധമാണെങ്കിലും അനുവദിക്കപ്പെടുള്ളൂ. അല്ലാതെ മറ്റേ യുക്തിവാദത്തിലും അതിന് തോന്നിയതുപോലെ ജീവിക്കുക, ആരുമായിട്ടും ബന്ധപ്പെടുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പിന്നെ രണ്ടാമത്തതാണ്, ഈ ബന്ദികളാക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയില്ല, അല്ലെങ്കിൽ അവര് വേറൊരു നാട്ടിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി വന്നിട്ടുള്ള ആളുകളാണ്. ഒരുപക്ഷെ വലിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുണ്ട്. അവിടെ തസരി എന്ന് പറയുന്ന മറ്റൊരു ഇണയായി സ്വീകരിക്കുന്ന രീതിയുണ്ട്. അങ്ങനെയും ഇണയായി സ്വീകരിക്കൽ
അനുവദനീയമാണ്. അപ്പൊ ഈ രണ്ട് ഇണയായി സ്വീകരിക്കാനുള്ളത് നിക്കാഹും തസരിയും. ഈ രണ്ട് രൂപത്തിലും എന്ത് ചെയ്യാൻ പറ്റും? ഇണയായി സ്വീകരിക്കൽ പോസിബിൾ ആണ്. അങ്ങനെ ഇണയായി സ്വീകരിച്ചവരോട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇണകളായി ജീവിക്കാൻ പറ്റുള്ളൂ, ലൈംഗിക ബന്ധം പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലാണ് ഈ ആയത്തിലേക്ക് വരിക. ഈ ആയത്തിൽ അവിടെ പിന്നെ എന്താ പറയാ, ഇസ്ലാമിൽ ലൈംഗികത എന്ന് പറയുന്നത് വെറും റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമാണ് എന്നൊന്നും ഇസ്ലാമിൽ എന്തില്ല, അങ്ങനെ നിയമമില്ല. അവിടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും കോർ പർപ്പസ് ആണ്. അതുകൂടാതെ റിക്രിയേറ്റീവ് ആയിട്ടുള്ള സെക്സും പിന്നെ അനുവദനീയമാണ്. പക്ഷെ ഈ പറഞ്ഞ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇണയായി സ്വീകരിച്ചവരോട് മാത്രം. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ പറഞ്ഞ ഗർഭനിരോധന പിന്നെ വഴികൾ, അത് ടെമ്പററി ആയിട്ടുള്ള വഴികളൊക്കെ സ്വീകരിക്കാം എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അത് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന്റെ വിഷയം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഫ്രീ തിങ്കിങ്ങിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ യുക്തിവാദത്തിലുള്ളതുപോലെ തോന്നിയതുപോലെ ആരുമായും എപ്പോഴും വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇസ്ലാമിന് അനുവദനീയമല്ല. കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പിന്നെ പരസ്പരം ഉപദ്രവിക്കാതെയുള്ള ലൈംഗിക ബന്ധം മാത്രമേ, ഇണയാക്കൽ മാത്രമേ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെല്ലാത്തിനെയും കൂട്ടി വായിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഹോൾ ചിത്രം കിട്ടുക. അപ്പോൾ ഇത് താങ്കൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ബേസ് ഉണ്ടാക്കണം, ഒരു സ്റ്റൈല് താങ്കൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ താങ്കൾക്ക് അത് ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുള്ളൂ. അനസ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചോദിച്ച ചോദ്യം കൃത്യമായിട്ട് അവിടെ എത്തിയില്ല. പിന്നെ ഇടയ്ക്കേറി ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടെന്നുള്ളത് കൊണ്ടാണ് മുഴുവൻ കേട്ടത്. ഞാൻ അതിനകത്ത് ചോദിച്ചത് ഉദ്ദേശം, ഓക്കെ നിങ്ങൾ അതിലല്ല വന്നത് എന്ന് വെച്ചാല് ഇതിനകത്ത് ആ ആയത്തില് സ്വഹാബത്തിന് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോട് അസംതൃപ്തി തോന്നി. അതിന് കാരണമായിട്ട് പറയുന്നത് അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് നമുക്ക് കൂടുതൽ അറിയാവുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ആയത്തിൽ പറയുന്നത് നമുക്ക് അവരുമായിട്ട് ഇത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വരുന്നത് എന്ന്. അപ്പം സ്വഹാബത്തിന് പോലും അതൊരു മോശം കാര്യമായിട്ട് തോന്നിയത് ഇതിലൂടെ വരുമ്പോൾ അത് തെറ്റല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അതിന് മറ്റേ രീതിയിൽ നേരത്തെ പറഞ്ഞ എന്ത് മാനദണ്ഡം വെച്ചാണ് ഇത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്നത് ചോദിക്കുമെന്നറിയാം. ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഏതിൽ ചിന്തിച്ചാലും എല്ലാത്തിലും ഇത് തെറ്റായിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. എന്തെങ്കിലും അല്ല, അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സ്വഹാബത്തിന് അതിൽ സംശയം തോന്നി. കാരണം ഇതില് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട, അനസ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, സ്വഹാബത്ത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ സംശയം ചോദിച്ചു പറ്റൂല എന്ന് ചോദിച്ചാൽ അപ്പോ സ്വഹാബത്തിന് അത് മോശമായിട്ട് തോന്നിയത് കൊണ്ട് ചോദിച്ചതല്ല. എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഹദീസുകൾ പരിശോധിച്ചൊക്കെ കാണാൻ പറ്റുന്നത് പ്രവാചകനെ ഇത് ചെയ്യാൻ പറ്റുമോ, പ്രവാചകൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, പ്രവാചകൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഓരോ കാര്യത്തിലും എന്ന് വെച്ചാൽ ദീനി അവതരിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. അതിൽ ഓരോ വിഷയത്തിലും വഹി എന്താണ് എന്ന് ചോദിച്ച് തന്നെയാണ് സ്വഹാബത്ത് ജീവിച്ചിട്ടുള്ളത്. അതിൽ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഈ മുശ്രിക്കായിരുന്ന അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ചില നേർച്ചകൾ നേർന്നിരുന്നു. പിന്നെ അങ്ങനെയുള്ള കുറച്ച് നേർച്ചകൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി പിന്നെ എന്താ പറയാ, നേർച്ചകളും പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളും പറഞ്ഞിരുന്നു. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നേർച്ചകൾ എന്ന് പറയുന്നത് പലപ്പോഴും ബഹുദൈവങ്ങൾക്കുള്ള നേർച്ചകളായതുകൊണ്ട് തന്നെ അത് പാടില്ല എന്ന് പറയുന്നു. എന്നാൽ അതേ സമയത്ത് അന്ന് ചെയ്തിരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരമുള്ള പ്രവർത്തനങ്ങൾ അത് തുടരുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തു. ഇതിന്റെ അർത്ഥം, നാളെ ഒരാൾ ഈ ഹദീസ് എടുത്തിട്ട് വന്നിട്ട് പറയാണ്, ആ സ്വഹാബിക്ക് പോലും തോന്നി സമൂഹത്തിന് നന്മ ചെയ്യുക എന്നുള്ളത് എന്തോ ഒരു മോശം കാര്യമാണ്, അതുകൊണ്ടാണ് പ്രവാചകനോട് വന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അങ്ങനെയല്ല, അതിൽ ചില കാര്യങ്ങൾ അത് പറ്റൂലേ എന്നുള്ള സംശയം ഉണ്ടാവും. ചില കാര്യങ്ങളോട് അത് ശരിക്കും അത് അനുവദിക്കപ്പെട്ടത് തന്നെയാണോ എന്നൊരു പേടി ഉണ്ടാവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ആ സൊസൈറ്റി എന്ന് പറയുന്നത് അത്രയും പ്യൂരിറ്റിയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, പ്രവാചകൻ വാർത്തെടുക്കുന്നത്. കുന്തും ഖൈറു ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മത്തിനെ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ അസ്ഹാബിക്കൻ നുജൂം എന്നാണ് പറയാം. സ്വഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ്. അത്രമേൽ പദവിയിൽ ആ പ്യൂരിറ്റി ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ അധപ്പതിച്ചു കിടന്നിരുന്ന ആ സമൂഹത്തെ ഏറ്റവും പ്യൂറായ ഒരു സൊസൈറ്റി ആയിട്ട് പ്രവാചകൻ ഇങ്ങനെ രൂപപ്പെട്ട് വരികയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അവർക്ക് ഭയങ്കര കൺസേൺ ഉണ്ടാവും. പടച്ചോനെ ഇതെങ്ങാനും വ്യഭിചാരമായി പോവോ അല്ലെങ്കിൽ ഇത് തെറ്റായി പോവോ എന്നുള്ള പേടി ഉണ്ടാവും. അത് അവർ പ്രവാചകനോട് പറയും. അവരെന്ത് ചെയ്യാണ്, പിന്നെ പ്രവാചകൻ അതിൽ എന്താണോ നിയമം അത് അവതരിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതിൽ ഈ വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുമായുള്ള പിന്നെ അതായത് യുദ്ധബന്ധിയായി പിടിക്കപ്പെടുന്നതോടുകൂടി വിവാഹം അവിടെ ബ്രേക്ക് ആവാണ്. അവർക്ക് പിന്നെ വൈവാഹിക ജീവിതം ഇല്ല. ഒന്നുകിൽ എന്ത് ചെയ്യാണ്, ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെ ആവണം. അതായത് യുദ്ധബന്ധിയായി പിടിക്കപ്പെടുന്നതോടുകൂടി അവർക്ക് പിന്നെ ഒരു
ഇണയായിട്ടുള്ള ഒരു ജീവിതമേ ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു ഇണയെ ഉണ്ടാകാൻ പറ്റില്ല, അവരെല്ലാ കാലത്തും ഇങ്ങനെ ആരുടെയോ അടിയിൽ പിന്നെ പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം, അങ്ങനെ ഒരു നിയമം അതാണ് മാനവികം എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, താങ്കൾക്ക് ഒരു മാനദണ്ഡം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നാൻ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ അതാണോ മാനവികം? അതല്ല. അതിനുള്ള ഓപ്ഷൻസും ഉണ്ടാവുക എന്ന് പറയുന്നതാണോ, ഇണയായി ജീവിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണോ? അവിടെ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവുക ഒരു ഇണയായി ജീവിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ശരി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിന്റെ മാനദണ്ഡം. അപ്പൊ അവിടെ അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. അതാണ് ഈ ഒരു ആയത്തിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. സോറി, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് അസംഷൻ അല്ല, അവർക്ക് അങ്ങനെ തോന്നി, അവർക്ക് പോലും തോന്നി എന്നുള്ള അസംഷൻ അല്ല. വാദിയുടെ തഫ്സീറിൽ ഞാൻ ഓൾറെഡി കണ്ടതാണ്. അവരെല്ലാ കാര്യത്തിലും അങ്ങനെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു, എല്ലാ കാര്യത്തിലും അങ്ങനെ ചോദിക്കാറുണ്ടെന്നാണ് അസംഷനാണ് ഞാൻ പറഞ്ഞത്. അതിന് ആ ചോദിച്ച ചോദ്യം എങ്ങനെയല്ലേ, അതേ പ്രവാചകൻ എങ്ങനെയാണ് അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വുമണുമായിട്ട് നമ്മൾ ഏർപ്പെടുക, കാരണം അവരുടെ ഹസ്ബൻഡിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതായിരുന്നു സ്വഹാബത്തിന്റെ കൺസേൺ ആയിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം, പിന്നെ യുദ്ധബന്ധികളായിട്ട് പിടിക്കുന്നവരുമായിട്ട് അവർക്ക് എന്താണ് നിക്കാഹ് മുറിഞ്ഞു പോകും, അവരുമായിട്ട് പിന്നെ അവർക്ക് എങ്ങനെയാണ് ലൈംഗിക ബന്ധം ഉണ്ടാവുക, അല്ലെങ്കിൽ അവരങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കാവുന്ന സാഹചര്യം അതാണ് എന്നൊക്കെ പറയുമ്പോഴും, എങ്ങനെയാണ് ഒരു മനുഷ്യന് അവരുടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരാൾക്ക് മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധ സമൂഹത്തോടു കൂടി പോകാൻ കഴിയുന്നത് എന്നുള്ള കൺസേൺ അവിടെ ഉണ്ട്. അപ്പം ആ രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ ഒരു സാധനം മനസ്സിലായി. എന്ന് വെച്ചാൽ താങ്കളുടെ ഒരു വിഷയം എന്താ വെച്ചാൽ, താങ്കൾ എല്ലാ കോണ്ടക്സ്റ്റിൽ നിന്നും എടുത്തിട്ടാണ് ഇത് കാര്യം ആലോചിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. ഏതോ ഒരു അവിടെ വെറുതെ കടന്നിരുന്ന ഒരു പെണ്ണിനെ പിടിച്ചും കൊണ്ടുവന്നിട്ട് ചെയ്യല്ല, മറിച്ച് ഒരു യുദ്ധ സാഹചര്യമാണ്, യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ യുദ്ധത്തിന്റെ സ്വാഭാവികമായ കോൺസിക്വൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ബന്ദിയായി പിടിക്കപ്പെടുക എന്നുള്ളതും, ആ പിടിക്കപ്പെട്ടാൽ ആ ഒരു ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോവുക എന്നുള്ളത് യുദ്ധത്തിന്റെ സ്വാഭാവികമായ ഒരു കോൺസിക്വൻസ് ആണ്. അത് മനസ്സിലാക്കിയവരാണ് യുദ്ധത്തിന് വരിക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയവരാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ യുദ്ധത്തിന്റെ കോൺസിക്വൻസിൽ പെട്ടതാണ് മരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്, അല്ലെ? കൊല്ലപ്പെടുക എന്ന് പറയുന്നത്, ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച് ആവുക എന്നുള്ളത് ശരിയാണ്, കുറച്ചൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിനേക്കാൾ വലിയൊരു കോൺസിക്വൻസ് അല്ല മരിക്കുന്നത്, അതിന് വരെ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. അതിലേക്ക് വന്നതാണ്, അതിൽ നിന്നും പിടിക്കപ്പെട്ടവരാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ സ്വഹാബത്ത് ചോദിച്ചിട്ടില്ല എന്നല്ലോ ഞാൻ പറഞ്ഞത്, സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും സ്വഹാബത്ത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അത്രയും പ്യുവറായി ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇത്ര ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകൻ ഹദീസുകളിലൂടെയും അതുപോലെ തന്നെ ഖുർആനിലൂടെയും ചെയ്തിട്ടുള്ളത്. അനസ് ഒരു മിനിറ്റ്, അനസ് പറഞ്ഞു അവരുടെ ഭർത്താക്കന്മാർ അറിയാമെന്ന് എവിടെയാ കൊടുത്തിട്ടുള്ളത്? ഞാൻ തരുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഓൾറെഡി നെറ്റിൽ എടുത്തതാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് കുറച്ച് മുന്നേ എടുത്ത് വെച്ചിരുന്നു, ഒന്നുകൂടെ നോക്കട്ടെ, വായിച്ചു പോലെ. ഹസ്ബൻഡ് നോ വെരി വെൽ ആൻഡ് ഹസ്ബൻഡ്സ് ബി നോ വെരി വെൽ എന്ന് തന്നെയാണ്. വാഹിദിയാണ്, അസ്ബാബുൽ നുസൂൽ ബൈ അൽ വാഹിദി, ട്രാൻസ് മുഖറിന്. ഹലോ പറഞ്ഞോ, കേട്ടില്ല. വാഹിദിയിലാണ്. വാഹിദി when the messenger of Allah bless him and give him praise, capture the people of. മുമ്പ് ഇതിനെപ്പറ്റി നോക്കിയപ്പോഴത്തേക്കും കിട്ടിയതാണ്. ഷാനുവിന്റെ ക്ലിയർ ഇല്ലല്ലോ. ഒന്ന് ഫുള്ള് വായിക്കോ. ഒന്ന് തബരീലില്ലല്ലേ? അപ്പം തബരീൽ അങ്ങനെ സംഭവമില്ല പറയുന്നത്. അല്ല, ഞാനത് പറഞ്ഞില്ല, ഞാൻ വാഹിദിയിൽ കണ്ടു എന്നാ പറഞ്ഞേ. കണ്ടു എന്നാണ് പറഞ്ഞത്. സോറി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, തെറ്റിയത് കേട്ടാന്നറിയില്ല. വാഹിദിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വാഹിദിലുള്ളതൊന്ന് വായിക്കാൻ പറ്റുമോ ഫുള്ള്? Okay. O Prophet of Allah, how can we possibly have a physical relationship with the woman who lineage with husbands we know very well? Okay, come on. Who? Lineage with husbands we know very well. Okay, come on. 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 Okay
how can we possibly have the physical relationship with a woman whose lineage and husband we know very well? ഓക്കെ, അപ്പൊ ഇത് തബിലുണ്ട് നിങ്ങൾ പറഞ്ഞതാണ് എന്റെ ഓർമ്മ. അത് വീഡിയോ പ്ലേ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ കേൾക്കാൻ പറ്റുമായിരിക്കും. എനിവേസ് അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എനിവേസ് മറ്റു ഹദീസുകളിലെല്ലാം അല്ലെങ്കിൽ മറ്റു തബരിയിലും ഇബ്നു കസീറിലും ഒക്കെ ഉള്ളത് ഭർത്താവ് ജീവിച്ചിരിപ്പിക്കെ എങ്ങനെയാണ് അവരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഇസ്ലാമിലെ മറ്റൊരു ആയത്താണ് 60-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും മതത്തിന്റെ പേരിൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യം, അവരുമായി നല്ല രീതിയിൽ വർത്തിക്കുന്നത് അള്ളാഹു നിരോധിച്ചിട്ടില്ല. ഓക്കെ, ഈ ആയത്ത് ഇറങ്ങിയതിന്റെ സന്ദർഭം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, അതൊരു മോശം കാര്യമാണ് എന്ന് സഹാബികൾ വിശ്വസിച്ച് ചില സഹാബികൾ തെറ്റിദ്ധരിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ആ സഹാബികൾ എന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചത്? അതിന് ഇസ്ലാം മറ്റു ആയത്തുകളിൽ എന്താണ്, ഈ മുസ്ലിങ്ങളുമായി യുദ്ധത്തിന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുമായി നല്ല ബന്ധത്തിൽ അവരുമായി സൗഹൃദ ബന്ധം പുലർത്തരുത് എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. അവിടെ ഖുർആൻ ക്ലാരിഫൈ ചെയ്യാണ്, അത് എല്ലാവർക്കും ബാധകമല്ല, ഇവർക്ക് നിങ്ങളുമായി നല്ല രീതിയിൽ വർത്തിക്കുന്നവർക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാണ്. ഇവിടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഭർത്താവുള്ള സ്ത്രീകളുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടരുത് എന്നത് ഇസ്ലാം മുന്നോട്ട് വെച്ചൊരു നിയമമാണ്. ആ നിയമം ഉള്ളത് കൊണ്ടാണ് സഹാബികൾ എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ള, അല്ലാതെ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യഭിചാരവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരു ഹദീസും അതേപോലെ ഖുർആന്റെ ആയത്തിലൊക്കെ പറയുന്നുണ്ട്, വിവാഹിതയായ സ്ത്രീകളുമായി നിങ്ങൾ സമീപിക്കാൻ പാടില്ല എന്നുള്ളത്. ഈ ആയത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞ ഇതേ ആയത്തിൽ തന്നെ അതിന് മുമ്പ് പറയുന്നത് വിവാഹിതയായ സ്ത്രീയുമായി ലിംഗത്തിൽ ഏർപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ അവരുമായി ലിംഗത്തിൽ ഏർപ്പെടാനല്ല, അവരുമായി വിവാഹാലോചന പാടില്ല എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും അത് ആ ആയത്ത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഇവർക്ക് എന്ത് ചെയ്യും, ഭർത്താവ് ജീവിച്ചിരിക്കുക അവരുടെ അടുത്ത് പോകുന്നത് ശരിയല്ല എന്ന് തോന്നും. കാരണം എന്താണ്, ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട്. അവിടെ ഖുർആൻ പറയാണ്, ഇവരുടെ വിഷയത്തിൽ ഇവരെന്താണ്, രാജ്യം യുദ്ധം ചെയ്തു വന്ന് ബന്ദികളായതോടെ അവരുമായുള്ള ഭർത്താക്കന്മാരുമായിട്ടുള്ള എന്താണ് ബന്ധം അവിടെ മുറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് സഹാബികൾക്ക് പോലും അത് തെറ്റാണ് എന്ന് തോന്നി എന്ന് പറയുന്നത് എന്തല്ല, അതിൽ വലിയ പോയിന്റ് ഒന്നുമില്ല. കാരണം അവർക്ക് അത് തെറ്റാണെന്ന് തോന്നുന്നത് ഖുർആൻ അത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഖുർആൻ ഈ വിഷയത്തിൽ എക്സംഷൻ പറയുകയാണ്. ഇത് മറ്റു വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അമുസ്ലിങ്ങളുമായിട്ട് നല്ല രീതിയിൽ വർത്തിക്കുന്നത് അള്ളാഹു നിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നല്ല രീതിയിൽ വർത്തിക്കുന്നത് മോശമാണെന്ന് അവർ കരുതിയത് കൊണ്ടാണ്. അവർ കരുതിയത് ഖുർആനിലെ യുദ്ധത്തിൽ വരുന്ന അമുസ്ലിങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. അത് ഖുർആൻ ക്ലാരിഫൈ ചെയ്യാണ്. ഇവിടെയും അതേപോലെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. വിവാഹിതയായ സ്ത്രീകളെ സമീപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് അവർ കരുതും. പക്ഷെ അവിടെ ഖുർആൻ എക്സെപ്ഷൻ കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഖുർആന്റെ നിയമത്തിനോട് എതിരാവുന്നു എന്ന ധാരണാ പിശകിലാണ് അവരെന്ത് ചെയ്തത്, വിട്ടു നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഒട്ടുമിക്ക ഹദീസുകളിലും തഫ്സീറുകളിലും ഉള്ളത് ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. ഭർത്താക്കന്മാരെ അറിയുക എന്നുള്ളത് വാഹിദിയിലുള്ളതാണ്. സ്വാഭാവികമായും അതിന്റെ ഓതൻസിറ്റി നിങ്ങൾക്ക് അറിയില്ലായിരിക്കല്ലോ, അല്ലെ? അത് ഓതന്റിക് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായും നമുക്ക് ഒട്ടുമിക്ക തഫ്സീറുകളിലും ഉള്ളത് ഇൻ പ്രസൻസ് ഓഫ് ഹസ്ബൻഡ്സ് എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഒരു മിനിറ്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ യുദ്ധബന്ദികളെ പിടിക്കാം എന്ന് നിങ്ങൾ ഓൾറെഡി സമ്മതിച്ച കാര്യമാണല്ലോ, അല്ലെ? പിടിക്കാമെന്ന് സമ്മതിച്ചു. ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയാണ് എന്ന് ഞാൻ സമ്മതിച്ചു. പിടിക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ, അല്ലെ? സമ്മതിച്ചു. ഓക്കെ, അവരെ ബലം പ്രയോഗിച്ചുകൊണ്ട് പണി ചെയ്യിപ്പിക്കാം എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്? ചെയ്യിപ്പിക്കാം, ബലം പ്രയോഗിച്ച് പണി ചെയ്യിപ്പിക്കാം. ഓക്കെ, സെക്സ് വർക്ക്, ലൈംഗിക തൊല ഒരു അന്തസ്സുള്ള ജോലിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് കുടുംബം തകർക്കുന്നു, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്.
അതായത് ഇത് എന്ന് വെച്ചാല് ഒരു സൊസൈറ്റി കൊളാപ്സ് ആവാതെ ഒരുപാട് കാരണമുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ വരുന്ന ഒരാളുടെ ആ രീതിയിലായിരിക്കില്ല ഇങ്ങനെ പോകുമ്പോഴത്തേക്കും. ഇത് പ്രത്യേകിച്ച് ഒരു കഴിവൊന്നും വേണ്ടല്ലോ അങ്ങനെ ആവാൻ. അതിലൂടെ ഏണിങ്സ് ഉണ്ടാവുകയും സൊസൈറ്റി കൊളാപ്സ് ആവുകയും ചെയ്യും. ഏതിലൂടെ? ഇങ്ങനത്തെ സെക്സ് വർക്കിലൂടെ. അല്ല, കഴിവില്ലാത്ത പക്ഷെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഒരാൾക്ക് അങ്ങനെയല്ല അങ്ങനെയല്ല ഉദ്ദേശം. നമുക്കൊരു എന്തെങ്കിലും ഒരു എടുക്കുന്ന സ്കില്ലല്ലോ എന്ന് പറയുന്നതാണ് മനുഷ്യ ശരീരം കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധി പോലെ തന്നെ സംഭവിച്ചു. ചില ആൾക്ക് എക്സസീവ് ആയിട്ടുള്ള ബുദ്ധി ഉണ്ടാവും, അതേപോലെ ഒരാൾക്ക് ചിലപ്പം ശാരീരിക സൗന്ദര്യമായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അല്ല നമ്മൾ പോയിന്റിലോട്ടൊന്നും ചില ആളുകൾക്ക് ചിലപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും. എന്താണ് അവരുടെ ജെനറ്റിക്സിലൊക്കെ നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു ഫിസിക്കൽ ജോബുകൾ ചെയ്യാൻ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പോയിന്റ് നിലനിൽക്കില്ല. കുടുംബത്തിന്റെ ഒരു പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് ലൈംഗിക തൊഴിലാളിയുടെ വിഷയത്തിലുള്ളൂ. അല്ല, അത്തരത്തിലൊന്നും ചിന്തിച്ചിട്ടില്ല. ബേസിക്കലി നിങ്ങളിപ്പോ പറയുമ്പോഴാണ് ആലോചിക്കുന്നതാണ്. അല്ല, നമ്മൾ ഇത് എന്തിനാ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തിനാ പറയുന്നത് വെച്ചാല്, നിങ്ങൾ അന്തസ്സുള്ള ജോലി അല്ല, നിങ്ങളുടെ വീക്ഷണപ്രകാരം ഇതൊരു അന്തസ്സുള്ള ജോലിയാണെങ്കിൽ നിങ്ങളുടെ വീക്ഷണപ്രകാരം അന്തസ്സുള്ള ജോലികൾ അല്ലെങ്കിൽ ബലം പ്രയോഗിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കാമെന്നാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന്നുള്ളത് അംഗീകരിക്കേണ്ടി വരും. അവരുടെ കൺസെന്റ് വേണമല്ലോ. ജോലി കൺസെന്റ് വെച്ചിട്ടാണോ ജോലി ചെയ്യിപ്പിക്കുന്നത്? അല്ല, നിർബന്ധിച്ചിട്ട് അല്ല നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കുന്നത്. കൺസെന്റ് ഒക്കെ ഓൾറെഡി വിട്ട്. അപ്പൊ ഇത് ശരിയാണ് എന്നുള്ള രീതിയിലാണോ? അല്ല, കൺസെന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിലേക്ക് വരാം സാരിഫ്, അതിലേക്ക് വരാം. നിങ്ങളെ വീക്ഷണ പ്രകാരം നിങ്ങൾ ബലം പ്രയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി സമ്മതിച്ചു. കാരണം ബലം പ്രയോഗിച്ചിട്ടാണ് ഒരു രാജ്യത്തിന്റെ ഏതൊരു ഒരു വ്യക്തിക്ക് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് രാജ്യത്തിന്റെ ഇതിൽ നമ്മളിപ്പോ ഒരാളെ പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്കും അവന് ഉപയോഗിക്കും. ആ രാജ്യത്തിന്റെ പോളിസി ആയിട്ട് വരും. വ്യക്തി നിയമം പോലെ ആയിരിക്കില്ലല്ലോ രാജ്യത്തിന്റെ നിയമം. അല്ല, ഇൻഡിവിജ്വൽസിന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പിഒവിനെ. പ്രിസണേഴ്സ് ഓഫ് വാറിനെ കൊണ്ട് ഇൻഡിവിജ്വൽസിന് വർക്ക് ഇൻഡിവിജ്വൽസിന് പണിയെടുപ്പിക്കാൻ പറ്റും ഇപ്പോഴത്തെ ജനീവ കൺവെൻഷൻ പ്രകാരം. കാരണം ഗവൺമെന്റിന് എല്ലാരെയും നോക്കി നടത്തുക എന്നുള്ളത്, എല്ലാരെ കൊണ്ടും പണിയെടുപ്പിക്കുക എന്നുള്ളത് പോസിബിൾ ആവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ജനീവ കൺവെൻഷനിലുള്ള ഒരു ക്ലോസ് ആണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പിന്നെ ആളുകൾക്ക് കൈമാറിക്കൊണ്ട് അവർക്ക് വേണമെങ്കിൽ പണിയെടുപ്പിക്കാന്നാണ്, ഗവൺമെന്റിന് മാത്രമല്ല. ഈ സെക്സ് വർക്കിംഗ് മോശമാവുന്നതിന്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് കുടുംബത്തെ തകർക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാതെ അവരെ നിർബന്ധിക്കുന്നു എന്നുള്ളതൊന്നല്ല നിങ്ങളുടെ വിഷയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഈ പറയുന്ന അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലുള്ള നിങ്ങളുടെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബത്തെ തകർക്കുമെന്നായിരിക്കണം. പക്ഷെ അടിമ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധം കുറച്ചുകൂടി വ്യവസ്ഥാപിത നിയമമായതുകൊണ്ട് തന്നെ അത് കുടുംബ ബന്ധത്തെ തകർക്കുകയില്ല. മനസ്സിലായോ? എന്റെ ബേസിക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു യുദ്ധത്തിൽ നിന്നും ഒരു സ്ത്രീയെ അവർ ക്യാപ്ചർ ചെയ്യുന്നു, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതൊരു മോശം കാര്യമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുകയാണെങ്കിൽ അതൊരു മോശം കാര്യം തന്നെയാണ്. അപ്പൊ അന്ന് നടക്കുമ്പോഴത് മോശം കാര്യം ആയിരിക്കണമല്ലോ എന്നുള്ളതാണ് ബേസിക് പ്രോബ്ലം. ഞാൻ വാദിച്ച് ജയിക്കാൻ വേണ്ടി സംസാരിക്കുന്നതല്ല. നിങ്ങളുടെ വീക്ഷണപ്രകാരമാണ് പറയുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കാം. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. എന്നെ അലട്ടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പറയൂ. കൺസെന്റ് നിങ്ങൾ അലട്ടുന്ന പ്രശ്നമാവാൻ കഴിയില്ല. കാരണം കൺസെന്റ് ഓൾറെഡി ഇല്ല. അടിമയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രിസണേഴ്സ് ഓഫ് വാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺസെന്റ് ഇല്ല. കൺസെന്റ് ഇല്ലാതെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം, ശാരീരികമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ കൺസെന്റ് അവിടെ പോയി.
അതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നെയുള്ളത് ഇതൊരു മോശം കാര്യമാണ്, വിവാഹേതര ലൈംഗിക ബന്ധം ഒരു മോശം കാര്യമാണെന്ന് പറയാനുള്ളതാണ് പിന്നുള്ള ഒരു ഓപ്ഷൻ. അതൊരു യുക്തിവാദി വീക്ഷണത്തിൽ കോണിൽ നിന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഇനി അത് കുടുംബ ബന്ധം തകർക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പോയിന്റ് എങ്കിൽ ആ ഒരു പ്രശ്നം എന്താണെങ്കിലും ഈ പറയുന്ന വിഷയത്തിൽ വരുന്നുമില്ല. കാരണം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, എനിവേ ഇത് നിങ്ങളുടെ വീക്ഷണത്തിൽ നിന്നാണ് പറഞ്ഞത്. ഇസ്ലാമികമായിട്ട് ഇത്തരം അടിമസ്ഥ, കാരണം ഇസ്ലാമിന് മുമ്പ് അല്ലെങ്കിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് അതും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. നിങ്ങൾ അന്നത്തെ സഹാബികൾക്ക് പോലും അത് തെറ്റാണെന്നൊക്കെ തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അത് ഇസ്ലാം വരുന്നതിന് മുമ്പ് അവിടുത്തെ പ്രധാന രീതി എന്ന് പറയുന്നത് അടിമ സ്ത്രീകളെ പ്രധാനമായി യൂസ് ചെയ്തിരിക്കുന്നത് സെക്സ് വർക്കിങ്ങിന് വേണ്ടിയായിരുന്നു. കാരണം അതൊരു മോശം കാര്യമായിട്ടൊന്നും അവർ കരുതിയിട്ടുണ്ടായിരുന്നില്ല. സെക്സ് വർക്കിംഗ് അവിടെ അടിമ സ്ത്രീകളെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതായത് ഈ അടിമ സ്ത്രീയുടെ യജമാനൻ എന്ത് ചെയ്യും, ഒരാൾക്ക് ഈ അടിമ സ്ത്രീയെ കാഴ്ചവെക്കും, എന്നിട്ട് പൈസ വാങ്ങും ഒരു രാത്രി, അടുത്ത രാത്രി ഒരാൾക്ക് കാഴ്ചവെക്കും, പൈസ വാങ്ങും. അങ്ങനെ സെക്സ് വർക്കിങ്ങിന് വേണ്ടിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരുന്നു ബേസിക്കലി എന്ത് ചെയ്യുന്നത്, അടിമ സ്ത്രീകളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സംശയം അതിന്റെ കൂട്ടത്തിൽ ക്ലിയർ ചെയ്ത് തന്നെ നന്നായിരിക്കും. ഇവര് യുദ്ധത്തിന് വന്നവരാണ് സ്ത്രീകള്? എനിക്കറിയില്ല ചരിത്രം. അതല്ല അവര് അവിടെ പോയി അവര് യുദ്ധത്തിൽ അവിടെ വെച്ച് ആ സ്ഥലം പിടിച്ചെടുക്കലായിരുന്നു? എന്തായിരുന്നു ഈ ഒരു യുദ്ധത്തിന്റെ സന്ദർഭം? എന്നുവെച്ചാൽ ഞാൻ ചോദിക്കുന്നത്, അവർ യുദ്ധത്തിന് വന്ന സ്ത്രീകളായിരുന്നോ ഇവർ? അതെ, യുദ്ധത്തിന് വന്നതാണ്. യുദ്ധത്തിന് വന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഇൻസിഡന്റ് ഉണ്ടല്ലോ, ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഇൻസിഡന്റ് വരുന്നത്. എന്റെ ഓർമ്മ ശരിയാണ്, ഔത്താസ് ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഇൻസിഡന്റ് വരുന്നത്. ഈ ഇൻസിഡന്റിൽ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളെയും കുട്ടികളെയും അവർ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് അവിടുത്തെ യോദ്ധാക്കന്മാർക്ക് ഊർജം നൽകുക. അവർക്ക് അത് സ്ത്രീകളെയും കുട്ടികളെയും കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, യുദ്ധം പരാജയപ്പെട്ടാൽ ഇവർ പിടിക്കപ്പെടും എന്ന് തോന്നിയിട്ട് അവർ യുദ്ധം ചെയ്യും എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് എന്ന് കരുതിയിട്ട് അവർ സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവർ കൂട്ടത്തിലുള്ള വേറെ ആൾ പറയുന്നത് ഒരു മണ്ടൻ തീരുമാനമാണ്, കാരണം അവർ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ മരണപ്പെട്ടാലും അവർ സേഫ് ആവും എന്നുള്ള കാര്യം. അടുത്ത ആളിലേക്ക് ഒരു മിനിറ്റ് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് യുക്തിവാദ വീക്ഷണപ്രകാരം അല്ലെങ്കിൽ ഇവിടുത്തെ മോഡേൺ ലിബറൽ വീക്ഷണപ്രകാരം സെക്സ് വർക്കിംഗ് ഒരു ഡീസന്റ് ജോബാണ്. ബലം പ്രയോഗിക്കാന്നുള്ള കാര്യം നമ്മൾ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് യുക്തിവാദ വീക്ഷണപ്രകാരം അടിമ സ്ത്രീയെ പ്രോസ്റ്റിറ്റ്യൂട്ടായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അലൗഡാണെന്ന് മാത്രമല്ല, അങ്ങനെ തന്നെയായിരുന്നു എന്ത് ചെയ്യുന്നത്, ഇസ്ലാം വരുന്നതിന് മുമ്പ് അടിമ സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിക്കൊണ്ടായിരുന്നു. അതായത് ഒരു രാത്രിക്കും 2 രാത്രിക്കും ഒക്കെ ഈ അടിമ സ്ത്രീകൾ ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടുപോയി കാഴ്ചവെക്കുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് ഇസ്ലാം വന്നതിന് ശേഷം ഇപ്പം മുസ്ലിങ്ങളിൽ ആദ്യം കള്ളുപിടിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നത് പോലെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ സ്വാഭാവികമായി ആ നാട്ടിൽ നടക്കുന്നൊരു സ്ഥിരം സംഭവമായതുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുകയും അത് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും അത് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേഴ്സണൽ കാര്യം പിന്നെ ഇസ്ലാമില് ഈ അടിമ സ്ത്രീയുമായുള്ള ലൈംഗിക ബന്ധം, ഈ ലൈംഗിക ബന്ധം ഇസ്ലാമിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ വരുന്നത് കൺസെന്റ് ഇല്ല എന്നുള്ള ബേസിസ് അല്ല, കാരണം കൺസെന്റ് ഓൾറെഡി അവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ആ റിലേഷനിൽ കൺസെന്റ് ആൾമോസ്റ്റ് അപ്രസക്തമാണ്. അവിടെ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുക ആ സ്ത്രീയുടെ ഹാമും മറ്റു കാര്യങ്ങളുമാണ്. അപ്പൊ എക്സസീവായ ഹാം ഇൻഫ്ലിക്ട് ചെയ്യാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ആളെ നമുക്ക് അതിക്രൂരമായി തല്ലാൻ കഴിയില്ല. അയാളെ കൊണ്ട് അയാൾക്ക് കഴിയുന്നതിലധികം ഭാരം ഏൽപ്പിക്കാൻ കഴിയില്ല. അത് നമുക്ക് അവിടെ കൺസെന്റ് ഇല്ലാതെ ആളെ കൊണ്ട് നമുക്ക് ജോലി ചെയ്യിപ്പിക്കാം, അത് കൺസെന്റ് ഇല്ലാതെ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അയാൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറത്തൊരു ജോബ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏൽപ്പിക്കാൻ കഴിയില്ല. ഇതേ റൂളിംഗ് പ്രകാരം പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് അവരുടെ സമ്മതമില്ലാതെ അവരുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ,
പിന്നെ ഒരു ഫൈനൽ പോയിന്റ് കൂടി പറയാനുള്ളത് വെച്ചാൽ ചരിത്രം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപ്റ്റീവ്സിന്റെ മുമ്പിൽ ഒരുങ്ങി അണിഞ്ഞു വരാറുണ്ടായിരുന്നു. കാരണം പിടിക്കപ്പെട്ടാൽ അവർക്കറിയാം അത് അങ്ങനെയാണെന്ന് അവർക്കറിയാം, വെൽ നോൺ, അവർക്ക് ആ സിസ്റ്റം അറിയാം, അവർ ആ ഒരു കൾച്ചറിൽ അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉണ്ടാക്കുന്ന ഹാം ഇമ്പാക്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഹാം ഇമ്പാക്റ്റിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, എഗെയിൻ കൺസെന്റ് അല്ല അവിടുത്തെ വിഷയം, ഹാം ഇമ്പാക്റ്റ് ആണ്. ഹാം ഇമ്പാക്ട് ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഓക്കെ, കാരണം കൺസെന്റുകാർ ഓൾറെഡി പോയി. ആൾസോ ഒരു മിനിമൽ എമൗണ്ട് ഓഫ് ഹാം ഉണ്ടാവും. ഇപ്പൊ നിർബന്ധിച്ച ഒരാളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണെങ്കിലും ആൾക്ക് ഹാം ഉണ്ടാവും. എന്നാൽ ആൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു വർക്ക് ചെയ്യിക്കുമ്പോൾ ആ ഹാം ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയാണ്. ഇത്തരം ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അടിമ സ്ത്രീകളുടെ ലൈംഗിക ബന്ധവും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ.